രാവിലെ ഒരു 6:30 മണിക്ക് എഴുന്നേറ്റ് ആ ഫാനിന്റെ കറക്കവും നോക്കി കിടക്കുമ്പോൾ ബെഡിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നെഞ്ചിലൊരു വല്ലാത്ത ഭാരം തോന്നാറുണ്ട് നിങ്ങൾക്ക്. ഒരു മടുപ്പുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഏതോ ഒരു കുഴപ്പമല്ല, നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജോലി എന്നാൽ ഇങ്ങനെയാണ്, ജീവിതം എന്നാൽ ഇങ്ങനെയാണ് എന്നൊക്കെ. ജോലി ഉള്ളതിൽ സന്തോഷിക്കണം, നന്ദി ഉള്ളവരായിരിക്കണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ മാസാമാസം കിട്ടുന്ന ആ ശമ്പളം കാണുമ്പോൾ ഇതിനു വേണ്ടിയാണോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഇത്രയും സമയം കളഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നന്ദിയില്ലാത്തവരാണ് എന്നല്ല. അവിടെ മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഈ ഒരു അവസ്ഥ അതൊരു പക്ഷേ ഡിപ്രഷൻ ആയിരിക്കില്ല. മറിച്ച് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ ജോലി നിങ്ങൾ ആരാണോ, നിങ്ങളുടെ സ്വഭാവം എന്താണോ അതിന് ചേരുന്ന ഒന്നല്ലാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ സ്വന്തം കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ താല്പര്യമുള്ള ഒരാളായിരിക്കും നിങ്ങൾ. ചെയ്യുന്ന കാര്യത്തിന്റെ റിസൾട്ട് നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ. മറ്റൊരാൾ പറയുന്നത് മാത്രം കേട്ട് പണിയെടുക്കാൻ പറ്റാത്ത ഒരു പ്രകൃതം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നുന്ന ആ ഒരു മടുപ്പിലെ അത് നിങ്ങളുടെ തലച്ചോറ് തരുന്ന ഒരു സിഗ്നലാണ്. നിങ്ങൾക്ക് ചേരാത്ത, നിങ്ങളെ വല്ലാതെ സ്ട്രെസ് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെന്ന് നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് കൂടുതലൊന്ന് ആഴത്തിൽ കടക്കാം. എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാം എന്നും നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഈ ഓഫീസ് ജോലിയെ ഇത്രമാത്രം വെറുക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ശമ്പളത്തിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലർക്ക് മണിക്കൂർ കണക്കിന് ശമ്പളം കിട്ടുന്നതൊക്കെ ആയിരിക്കും. 8 മണിക്കൂർ പണിയെടുക്കുന്നു, അതിനുള്ള കാശ് വാങ്ങുന്നു, തീർന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു റിസൾട്ടിനനുസരിച്ചുള്ള വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. വെറുതെ അവിടെ പോയി ഇരിക്കുന്ന സമയത്തിനല്ല നിങ്ങൾക്ക് വില കിട്ടേണ്ടത്. ഒരു നോർമൽ ജോലിയിൽ നിങ്ങൾ നിങ്ങളുടെ സമയമാണ് വിൽക്കുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് നന്നായി പണിയെടുത്താലും അതോ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാലും മാസാവസാനം കിട്ടുന്ന ശമ്പളം ഒന്ന് തന്നെയായിരിക്കും. സ്വയം പ്രയത്നത്തിന് ഫലം കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് ഇത് വല്ലാത്തൊരു മടുപ്പുണ്ടാക്കും. ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, എന്തു ചെയ്താലും ഒരേ കാശല്ലേ കിട്ടും എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ ചോദിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ മടിയല്ല, അതൊരു ലോജിക്കൽ ചിന്തയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യവും നമുക്ക് കിട്ടുന്ന റിവാർഡും തമ്മിൽ ഒരു ബന്ധം വേണമെന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതില്ലാത്തപ്പോൾ ഉള്ളിൽ എന്തോ ഒന്ന് ഉടയുന്നത് പോലെ തോന്നും. രണ്ടാമത്തെ പ്രശ്നം അതിലും വളരെ ലളിതമാണ്. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് വെറും പൈസയുടെ കാര്യം മാത്രമല്ല, ഇതൊരു റെസ്പെക്റ്റിൻ്റെ കൂടെ കാര്യമാണ്. ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പോലും മാനേജറുടെ പെർമിഷൻ ചോദിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറഞ്ഞ അറിവുള്ള ഒരാൾ വന്ന് നിങ്ങളോട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത്, അതൊക്കെ സഹിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? മറ്റൊരാൾ നമ്മളെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ റിലീസായിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ തലച്ചോറിനെ തന്നെ ബാധിക്കും. കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പ്രയാസം തോന്നിക്കൊണ്ടിരിക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ആകൊരു വല്ലാത്ത അവസ്ഥയിലാകും നിങ്ങൾ ഉണ്ടായിരിക്കുക. നിങ്ങളൊരു കുഴപ്പക്കാരൻ ആയതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു കൺട്രോൾ വേണം. അത് കിട്ടാത്തപ്പോൾ നിങ്ങളുടെ ശരീരം അതൊരു അറ്റാക്കായിട്ടാണ് കാണുന്നത്. ഇത് ശരിയല്ല, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് ശരീരം നിങ്ങൾക്ക് തരുന്ന വാർണിംഗ് സിഗ്നലുകളാണത്. അപ്പോൾ ഇതിനർത്ഥം ജോലി വെറുക്കുന്നവർ എന്നും പട്ടിണി കിടക്കണം എന്നാണോ? ഒരിക്കലുമല്ല. നിങ്ങളൊരു സാധാരണ ഓഫീസ് ജോലിക്ക് പറ്റിയ രീതിയിലല്ല ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് സന്തോഷമായിരിക്കാൻ 3 കാര്യങ്ങൾ വേണമെന്ന് സൈക്കോളജി പറയുന്നുണ്ട്. ഒന്നാമത്തത് സ്വന്തം കാര്യങ്ങളിൽ ഒരു കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. 2, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു മിടുക്കുണ്ടെന്ന് നമുക്ക് തോന്നണം. നമ്മുടെ എഫേർട്ടിന് ഒരു വിലയുണ്ടാവണം. 3, മറ്റുള്ളവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം, ഒരു കൂട്ടുണ്ടാവണം. എപ്പോഴും മിക്കവാറും ഓഫീസ് ജോലികളിലും ഈ 3 കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. എത്ര പണിയെടുത്താലും ആരും കാണാൻ പോകുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരോടും വലിയ കണക്ഷനൊന്നും തോന്നാനുള്ള ചാൻസും വളരെ കുറവായിരിക്കും. ഇത് തലച്ചോറിന് കൊടുക്കുന്ന ഒരു തരം ടോർച്ചറാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കാം. ഒരേ കാര്യം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടായിരിക്കും. പണ്ട് കാലത്ത് മനുഷ്യർ എങ്ങനെയായിരുന്നു? അതായത് അവർ കൃഷി ചെയ്യും,
കച്ചവടം ചെയ്യും, വേട്ടയാടും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ പിന്നീടാണ് ഫാക്ടറി സിസ്റ്റം വന്നത്. ഫാക്ടറി സിസ്റ്റം വന്നതോടെ ഒരാൾക്ക് ഒരു ജോലി എന്ന രീതിയിലേക്ക് ലോകം മാറി തുടങ്ങി, അല്ലെങ്കിൽ മാറ്റി എന്ന് പറയാം. പക്ഷേ നമ്മളിൽ പലരും ഒരു ജോലിക്ക് വേണ്ടി മാത്രം ജനിച്ച ആളുകളല്ല. നമുക്ക് മാറ്റങ്ങൾ വേണം. പലതരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു എനർജി കിട്ടുന്നത്. നിങ്ങളും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഒരേ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ സ്വയം നിർബന്ധിക്കാതെ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ അംഗീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വരുമാനത്തിന് വേണ്ടി ഒന്നിൽ കൂടുതൽ വഴികൾ കണ്ടെത്തുകയാണ്. ഒരു ജോലിക്ക് പകരം ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യും, ഓൺലൈനിൽ എന്തെങ്കിലും വിൽക്കും, കൺസൾട്ടിങ് ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങൾ ഒരേ സമയം കൊണ്ടുപോകും. താല്പര്യമുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു പഴയ മടുപ്പ് പതുക്കെ മാറാൻ തുടങ്ങും. പക്ഷേ ഈ ഒരു കാര്യത്തിന് മറുപുറം കൂടിയുണ്ട്. കേൾക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ, സ്വന്തം ഇഷ്ടത്തിന് പണിയെടുക്കുക, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ വഴി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കടുപ്പമേറിയിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ നമുക്കറിയാം, ആരും നമ്മളെ പിരിച്ചുവിടില്ല. നമ്മുടെ സമയം നമ്മുടെ കയ്യിലാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. പണ്ട് കാലത്തെ പോലെ ഒരു ജോലിയിൽ തന്നെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ആ ഒരു രീതി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വരുമാനത്തിലെ ആ ഒരു ഉറപ്പില്ലായ്മയാണ്. ഒരു സാധാരണ ജോലിയിലാണെങ്കിൽ മാസം 30-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. പക്ഷേ ഫ്രീലാൻസിങ് ചെയ്യുന്ന സമയത്ത് ചില മാസം നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കും, നിങ്ങൾ ഭയങ്കര റിച്ച് ആണെന്ന് തോന്നും. എന്നാൽ അടുത്ത മാസം ചിലപ്പോൾ ഒരു പൈസ പോലും കിട്ടില്ല. ഇത് വലിയൊരു പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത മാസം വാടക കൊടുക്കാൻ പറ്റുമോ, വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ നിങ്ങളുടെ ഉറക്കം കളയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളെ മാനസികമായിട്ട് വല്ലാതെ തളർത്താനും സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം, വർക്കും പേഴ്സണൽ ലൈഫും തമ്മിൽ ഒരു അതിർവരമ്പും ഉണ്ടാവില്ല എന്നതാണ്. ഓഫീസിൽ 9 മണി മുതൽ 5 മണി വരെ പണിയെടുക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സമയമാണ്. എന്നാൽ സ്വന്തമായി പണിയെടുക്കുമ്പോൾ രാവിലെ 7 മണിക്ക് പണി തുടങ്ങും, രാത്രി 11 മണി വരെ അത് നീളും. വീക്കെൻഡും അവധി ദിവസങ്ങളും ഒക്കെ ചിലപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. എപ്പോഴും ജോലിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പോകുന്നത്. ജോലി ചെയ്യാത്ത സമയത്ത് ഒരുതരം ഗിൽറ്റി ഫീല് നിങ്ങൾക്ക് വന്നു തുടങ്ങും. ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെയും ബന്ധങ്ങളെയും ഒക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓഫീസിലേക്കാൾ വലിയൊരു ബേൺ ഔട്ട് ഇതിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാനും ആവില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഭയങ്കര ഒറ്റപ്പെടലാണ്. ഓഫീസിലാണെങ്കിൽ കൂടെ കുറേ ആളുകൾ ഉണ്ടായിരിക്കും, ചിരിക്കാനും വർത്തമാനം പറയാനും സങ്കടം പങ്കുവെക്കാനും ഒക്കെ ആളുണ്ടായിരിക്കും. എന്നാൽ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. ദിവസങ്ങളോളം ഒരു മനുഷ്യനോട് പോലും ചിലപ്പോൾ നേരിട്ട് സംസാരിക്കാതെ നിങ്ങൾ ആ മുറിക്കിൽ ഇരിക്കാനുള്ള ചാൻസ് വരെയുണ്ട്. ഈ ഒരു ഏകാന്തത പതുക്കെ പതുക്കെ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലും ഒക്കെ കൊണ്ടുപോയേക്കാനും ചാൻസ് ഉണ്ട്. ഇനി നാലാമതായിട്ട്, കമ്പനി തരുന്ന ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, പെൻഷൻ ഉണ്ടായിരിക്കാം, ശമ്പളത്തോടുകൂടിയുള്ള അവധി ഉണ്ടായിരിക്കും, ഇതൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വയ്യാതെ വന്നാൽ ആ ദിവസം വരുമാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ടാക്സ് കാര്യങ്ങളും അതുപോലെ സേവിങ്സും ഒക്കെ നിങ്ങൾ തന്നെ നോക്കേണ്ടിയിരിക്കും. ഇത് വലിയൊരു തലവേദനയാണ്. പലരും വൈകിയാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഞ്ചാമത്തെ കാര്യം, പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുമ്പോൾ ഒന്നിലും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ പല പണികൾ ഒരേ സമയം എടുക്കുമ്പോൾ തലച്ചോറ് പെട്ടെന്ന് തളരും, ക്വാളിറ്റി കുറയും. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ക്ലയൻസ് നിങ്ങളെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ വരുമാനത്തെയും നിങ്ങളുടെ പേരിനെയും ബാധിക്കും, ഉറപ്പാണ്. യഥാർത്ഥത്തിൽ വരുമാനത്തിന് പല വഴികൾ കണ്ടെത്തുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതിന് ചില കാര്യങ്ങൾ നിർബന്ധമാണ്. കയ്യിൽ കുറഞ്ഞത് ഒരു 6 മാസത്തെ ചെലവിനുള്ള പൈസയെങ്കിലും സേവിങ്സ് ആയിട്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഉറപ്പില്ലായ്മയെ നേരിടാനുള്ള മാനസികമായിട്ടുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. ആരും പറയാതെ തന്നെ കൃത്യസമയത്ത് പണിയെടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. ഒറ്റയ്ക്ക് ഇരിക്കാൻ ശീലിക്കണം. ഇടയ്ക്ക് പുറത്തേക്ക് പോയി ആളുകളുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ വഴി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും, ഫ്രീഡം തരും. പക്ഷേ അതിനൊരു വിലയും നിങ്ങൾ കൊടുക്കേണ്ടി വരും. ശമ്പളത്തിൻ്റെ ആ ഒരു ഉറപ്പിന് പകരം നിങ്ങൾ ഫ്രീഡമാണ് തിരഞ്ഞെടുക്കുന്നത്. 9 to 5 എന്ന പരിധിക്ക് പകരം എപ്പോഴും വർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരാനുള്ള ചാൻസും ഉണ്ട്. ഇതെല്ലാം നേരിടാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ജോലി രാജിവെക്കുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കുക. ഒരു 6 മാസത്തെ ചെലവിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ EMI,
ബാക്കിയുള്ള ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ? കാശ് കുറച്ച് കുറഞ്ഞാലും എനിക്ക് പേടിക്കാതെ ഇരിക്കാൻ പറ്റുമോ? ആരും പറയാതെ പണിയെടുക്കാൻ എനിക്ക് മടിയുണ്ടോ? ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇതിനൊക്കെ യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഫ്രീലാൻസിങ് നിങ്ങൾക്ക് വഴങ്ങും എന്നുള്ളതാണ്. അല്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മോശക്കാരാണെന്നല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വേണം എന്നുള്ളതാണ്. അതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഓൺലൈനിൽ എന്തെങ്കിലും സെയിൽ ചെയ്യുകയോ ചെറിയൊരു പ്രൊജക്റ്റ് എടുക്കുകയോ ചെയ്യാം. എനിക്ക് സ്വന്തമായിട്ട് കാശുണ്ടാക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ പിന്നെ എല്ലാം കൂടി പെട്ടെന്ന് ഉപേക്ഷിക്കരുത്. പതുക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. സേവിങ്സ് കൂട്ടുക. ഒന്നിലധികം ക്ലയൻറ്റുകളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരും ഫ്രീലാൻസർ ആവണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് തോന്നാത്ത ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഈ മടുപ്പ് നിങ്ങളുടെ മടി കൊണ്ടാണോ, അതോ മറ്റുള്ളവരുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത് കൊണ്ടാണോ? ശരിക്കും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം എന്താണ്? നെഞ്ചിലെ ആ ഒരു ഭാരം, നിങ്ങളൊരു ട്രാപ്പിൽ കുടുങ്ങി എന്നൊരു തോന്നല്, അതൊന്നും നിസാരല്ല. നിങ്ങളുടെ ശരീരം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ തിങ്കളാഴ്ചയും ഒരു ശാപം പോലെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിനുള്ള വഴി ചിലപ്പോൾ ജോലി ഉപേക്ഷിക്കലായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിന് ചേരുന്ന, നിങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമുള്ള ഒരു ഇടം കണ്ടെത്തുക എന്നതായിരിക്കും. ഒരുപക്ഷെ അത് മറ്റൊരു ജോലി തന്നെയായിരിക്കാം. ചെറിയ രീതിയിൽ തുടങ്ങുക. നിങ്ങൾക്ക് മറ്റു വഴികളിൽ നിന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. അതിന് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്താലും സാരല്ല എന്നുള്ളതാണ്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ജീവിക്കേണ്ടത്.